ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യൻ ബോട്ടാ സ്ട്രീമിനെ ബേസ് ചെയ്തിട്ട് CGL 2021 വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറയുന്നത് എക്സും വൈ ഒരു റിവറിലെ രണ്ട് പോയിന്റുകളാണ്. എക്സ് വൈ രണ്ട് പോയിന്റുകൾ. ഈ എക്സ് വൈനെ പിയും ക്യൂ ഓക്കെ പിയും ക്യൂ മൂന്ന് ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. പിയും ക്യൂവും മൂന്ന് ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഒന്നാമത്തെ പാർട്ട്, രണ്ടാമത്തെ പാർട്ട്, മൂന്നാമത്തെ പാർട്ട്. ഓക്കെ. ദെൻ റിവർ എക്സ് ടു വൈ എന്ന ഡയറക്ഷനിലാണ് പോകുന്നത്. എക്സ് ടു വൈ എന്ന ഡയറക്ഷനിലാണ് പോകുന്നത്. എക്സ് വൈ ഡയറക്ഷനിലാണ് പോകുന്നത്. ദെൻ ടൈം ടേക്കൺ ബൈ ബോട്ട് ടു ഡ്രോ ഫ്രം എക്സ് ടു ക്യൂ. എക്സിൽ നിന്ന് ക്യൂയിലോട്ട് ഒരു ബോട്ടിന് അതേ ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ ഡൗൺ സ്ട്രീം ടൈമിൻ്റെയും വൈ ടു ക്യൂയിലുള്ള ടൈം, വൈ ടു ക്യൂ എന്ന് പറയുമ്പോൾ ഒഴുക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് അപ്സ്ട്രീം, അതിൻ്റെ ടൈമിൻ്റെയും റേഷ്യോ 4:5 ആണ്. 4:5 ആണ്. ഇവിടെ ഡൗൺ സ്ട്രീമിൽ ഉള്ളത് എക്സ് ടു ക്യൂ ഉള്ളത് ടൈമിൻ്റെ റേഷ്യോ, ടൈമും വൈ ടു ക്യൂ അപ്സ്ട്രീമിലുള്ള ടൈമിൻ്റെ റേഷ്യോ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്കിത് ഈക്വൽ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ഇത് മൂന്ന് ഈക്വൽ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടം തൊട്ട് ഇത്രയും ട്രാവൽ ചെയ്യാനായിട്ട് 2 യൂണിറ്റ് ടൈമും ഇവിടം തൊട്ട് ഇത്രയും ട്രാവൽ ചെയ്യാനായിട്ടും 2 യൂണിറ്റ് ടൈം എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ നേരെ പകുതി എടുക്കാം, തെറ്റില്ല. അതിൻ്റെ നേരെ പകുതി എടുക്കാം. ഇനി എന്തിനാണ് ഞാൻ അങ്ങനെ എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ എനിക്ക് ഈ ഒരു ഡിസ്റ്റൻസിൻ്റെയും ടൈമിൻ്റെ റേഷ്യോ വേണമെങ്കിൽ എനിക്ക് 2:5 എന്ന് എഴുതാം. ഇനി എന്തുകൊണ്ട് അങ്ങനെ എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈമാണ്. അപ്പോൾ ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണ് എങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് ടൈമിൻ്റെ റേഷ്യോയ്ക്ക് ഇൻവേഴ്സ് ആയിരിക്കും. അതായത് S1/S2 സ്പീഡിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ടൈമിൻ്റെ റേഷ്യോ T2/T1 ഈക്വൽ ആയിരിക്കും. എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഡൗൺ സ്ട്രീമിൻ്റെ ടൈമും അപ്സ്ട്രീമിന് എടുത്ത ടൈമുമാണ് ഒരേ ഡിസ്റ്റൻസിൽ. അപ്പോൾ നമുക്ക് ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡും അപ്സ്ട്രീമിൻ്റെ സ്പീഡും തമ്മിലുള്ള റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2:5 ആണെങ്കിൽ അവിടെ 5:2 എന്നെടുക്കാം. അതായത് 5 യൂണിറ്റ് ആണ് ഈ പറയുന്ന ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡ്, 2 യൂണിറ്റ് ആണ് അപ്സ്ട്രീമിൻ്റെ സ്പീഡ്. നമ്മളിപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡും അതുപോലെ തന്നെ കറണ്ടിൻ്റെ സ്പീഡും. ഓക്കെ. ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡ് നമുക്ക് കിട്ടി. ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡും കറണ്ടിൻ്റെ സ്പീഡും, അതായത് വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ സ്പീഡ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡ് 5 യൂണിറ്റ് ആണ് കിട്ടി. 5 എന്ന് തന്നെ എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ 5 യൂണിറ്റ് എന്ന് വേണമെങ്കിൽ എഴുതിക്കും, അല്ലെങ്കിൽ 5x എന്ന് എഴുതിക്കും. ഇനി സ്ട്രീമിൻ്റെ സ്പീഡ് കിട്ടാനായിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്സ്ട്രീമും ഡൗൺ സ്ട്രീമും തന്നിട്ടുണ്ടെങ്കിൽ ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡിൽ നിന്ന് അപ്സ്ട്രീമിൻ്റെ സ്പീഡ് കുറയ്ക്കുക, ബൈ 2 എടുക്കുക. ഈ 2 യൂണിറ്റ് എന്ന് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് കട്ട് ചെയ്ത് പോകും. അല്ലെങ്കിൽ 2x എന്ന് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, കട്ട് ചെയ്ത് പോകും. ബൈ 2 എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഒരു 3/2 എന്ന് പറയും, 5:3/2 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് സ്പീഡിൻ്റെ റേഷ്യോ എത്ര എന്ന് കിട്ടും? 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 10:3 എന്ന് പറഞ്ഞ് കിട്ടും. അതായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്.